ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തു പി എച്ച് സ്കെയിൽ എന്താണ്, ഏതുവരെയാണ് സ്കെയിൽ വാരി ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 1 to 14 വരെയാണ് പി എച്ച് സ്കെയിൽ ഉള്ളത് അല്ലേ. അതിൽ പി എച്ച് 7 ബിലോ ആണെന്നുണ്ടെങ്കിൽ അതെന്താ, അസിഡിക് ആണ്. ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ എന്താ, അത് ബേസിക് ആണ്. ഇനിയിപ്പോ 0 ആണ് സ്കെയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അതെന്താ, ന്യൂട്രൽ സൊല്യൂഷൻസ് ആണ്. അതിൽ തന്നെ 0, 1, 2 എന്നൊക്കെ വരുന്നതാണെങ്കിൽ അത് സ്ട്രോങ് ആസിഡ്സ് ആണ്. 3, 4, 5 ഒക്കെ വരികയാണെങ്കിൽ വീക്ക് ആസിഡ്സ് ആണ്. അതേപോലെ തന്നെ ആൽക്കലി. ആൽക്കലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബേസസ് വിച്ച് ഡിസോൾവ്സ് ഇൻ വാട്ടർ ആർ കോൾഡ് ആൽക്കലി എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതേപോലെ ഇനി ഈ പി എച്ച് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഡെയിലി ലൈഫിൽ എന്നതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായിരിക്കും ഫസ്റ്റ് എന്താ, നോർമൽ ഡ്രിങ്കിങ് വാട്ടർ ഹാസ് എ ന്യൂട്രൽ പി എച്ച് ഓഫ് 7. ഈ പി എച്ച് സ്കെയില് 7 മെയിൻറ്റെയിൻ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് 7 മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് നമുക്കറിയാം അല്ലെ. ഇപ്പൊ 7 അല്ല, ലെസ് ദാൻ 7 ആണ്, അതായത് 7ന്റെ താഴോട്ട് പോവുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും, അത് ആസിഡായി മാറി. മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ബേസായി. ഇത് രണ്ടും നമ്മുടെ ദേഹത്തിന് നല്ലതല്ല. ലെസ് ദാൻ 7 ആണെങ്കിലും ഗ്രേറ്റർ ദാൻ 7 ആണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, പി എച്ച് ഓഫ് 7 ഉള്ള വാട്ടർ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴായി പി എച്ച് വാരി ചെയ്യാം. നമ്മളിപ്പോ പൊല്യൂട്ടഡ് ഏരിയാസിലുള്ള വാട്ടേഴ്സ്, അതായത് ഫാക്ടറിയിൽ നിന്ന് വാട്ടർ നമ്മുടെ വാട്ടർ ബോഡീസിലൊക്കെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ റെയിൻ വാട്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും, ആ വാട്ടർ ഒക്കെ എങ്ങനെയായിരിക്കും, അതിലൊക്കെ എന്തെങ്കിലും ഒരു ആസിഡിക് കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആസിഡിക് കണ്ടന്റ് ആണുള്ളതെന്നുണ്ടെങ്കിൽ അപ്പൊ എന്തായിരിക്കും, പി എച്ച് ലെസ് ദാൻ 7 പോയിട്ടുണ്ട്. ലെസ് ദാൻ 7 പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് 5.6 ഒക്കെ വരുമ്പോൾ അതെന്തായാലും നമുക്ക് മനസ്സിലാവും ഇതൊക്കെ സ്ട്രോങ് ആസിഡ്സ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. സ്ട്രോങ് ആസിഡ്സ് ആണ് വരിക അല്ലെ, വീക്ക് ആസിഡ്സ് ആണ് വരിക. 0, 1, 2 വരുന്നതാണ് സ്ട്രോങ് ആസിഡ്സ് അല്ലെ. അപ്പൊ വീക്ക്ലി ആസിഡിക് ആയിട്ടുള്ള വാട്ടേഴ്സ് ആണ്, അത് നമുക്ക് കുടിക്കാനായിട്ട് പറ്റില്ല. അസിഡിക് സൊല്യൂഷൻസ് ആകുമ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റുമോ, ഇല്ല. അതേപോലെ നമ്മുടെ ഹ്യൂമൻ ബോഡി എപ്പോഴും ഒരു പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഏതായിരിക്കും ആ പി എച്ച്, 7 to 7.8 എന്നുള്ള പി എച്ച് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ബോഡി ശ്രമിക്കണം. ഇനി അടുത്ത ഇമ്പോർട്ടൻസ് എന്താ, നമ്മുടെ പല്ല് എപ്പോഴും ഒരു പി എച്ച്, വായിൽ എപ്പോഴും ഒരു പി എച്ച് ഓഫ് 5.5 നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായി ശ്രമിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലൊക്കെ പെട്ടെന്ന് കേടുവന്നു പോകാൻ തുടങ്ങും. അതെന്താ, ഈ കാൽഷ്യം നമ്മൾ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റിലൊക്കെ എന്താ, കാൽഷ്യം ഫ്ലൂറൈഡ് എന്നുള്ള കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ അതെന്തായിരിക്കും, നമ്മുടെ മൗത്തില് ആ പി എച്ച് എപ്പോഴും ന്യൂട്രലൈസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ലെസ് ദാൻ 5.5 എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കണം, വായിലൊരു അസിഡിക് പി എച്ച് ആയിരിക്കണം മെയിൻറ്റെയിൻ ചെയ്തിരിക്കും അല്ലെ. കാൽഷ്യം ഫ്ലൂറൈഡ് പ്രസന്റ് ഇൻ ദ ടൂത്ത് പേസ്റ്റ് ന്യൂട്രലൈസസ് ദ ആസിഡ് ഇൻ ദ മൗത്ത്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ആര് സഹായിക്കും, കാൽഷ്യം ഫ്ലൂറൈഡ് സഹായിക്കും. അതേപോലെ തന്നെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താ, നമുക്ക് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്, ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെ. ആ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ കണ്ടന്റ് എക്സസ് ആണ് നമ്മുടെ സ്റ്റൊമക്കിൽ എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അതെന്ത് കോസ് ചെയ്യും, ഇൻഡൈജഷൻ കോസ് ചെയ്യും. അതുപോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ കൂടിയ ആസിഡിന്റെ അളവ് ന്യൂട്രലൈസ്, അതായത് ഇല്ലാണ്ടാക്കാൻ വേണ്ടി നമ്മൾ അവിടെ ആ ആസിഡിന് എതിരായിട്ടുള്ള വേറൊരാളെ അവിടെ കൊടുക്കണം അല്ലെ. ആ ആസിഡിന് എതിരായിട്ടുള്ള വേറൊരാൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ആന്റാസിഡ് കൊടുക്കണം. ആ ആന്റാസിഡ് ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാം, മിൽക്ക് ഓഫ് മെഗ്നീഷ്യ കണ്ടെയ്നിങ് ബേസസ് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ ഡൈജഷൻ ഹെൽപ്പ് ചെയ്യുന്ന ആസിഡായ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ആ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ഫുഡിൽ എക്സസ് ആയാലും അത് മോശമാണ്. അപ്പൊ ആ എക്സസ് ആയതിന്റെ എഫക്റ്റ് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഒരു ആന്റാസിഡായ മിൽക്ക് ഓഫ് മെഗ്നീഷ്യ യൂസ് ചെയ്യും. ഇങ്ങനെയുള്ള റിയാക്ഷൻസിനെ പറയുന്നതാണ് എന്ത്, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു ടൈപ്സ് ഓഫ് റിയാക്ഷൻ, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്താണെന്നുള്ളത് അല്ലെ. ഒരു സോൾട്ടും, അതായത് ഒരു ആസിഡും ഒരു ബേസും കൂടെ റിയാക്ട് ചെയ്തിട്ട് ഒരു സോൾട്ട് ഫോർമേഷൻ നടക്കുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഒരു എക്സാമ്പിൾ നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഈ കേസ് എഴുതാൻ പറ്റും. Excess of hydrochloric acid causes indigestion. It can be treated by using antacids like milk of magnesia. Milk of magnesia എന്ത് ചെയ്യും, ആ എക്സസ് ആയിട്ടുള്ള ആസിഡ്സിന്റെ എഫക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇന്ന് നമ്മൾ ജസ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് പി എച്ച് എന്താണെന്ന് മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആസിഡിന്റെയും ബേസിന്റെയും പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തു. കെമിക്കലും ഫിസിക്കലും ആയിട്ടുള്ള പ്രോപ്പർട്ടീസും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താ, സോൾട്ടിന്റെ കാര്യങ്ങളാണ്.
ബേസിന്റെയും ആസിഡിന്റെയും പറഞ്ഞ പോലെ തന്നെ എന്താ, നമ്മുടെ സോൾട്ടിനും ഫിസിക്കലും കെമിക്കലും ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. ആ ഫിസിക്കലും കെമിക്കലും ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് ഇനി സോൾട്ടിന്റെ കാര്യത്തിലും ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സോൾട്ടിന്റെ കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുക. ഇത്രയും പറഞ്ഞതിൽ, അതായത് ഇത്രയും ഈ സെക്കൻഡ് ചാപ്റ്ററിൽ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ദാറ്റ്സ് ഓൾ. താങ്ക് യു.